ഹായ്, ഞാൻ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസും പ്രഗ്നൻസി എക്സ്പീരിയൻസൊക്കെ റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇതുവരെ സമയം അങ്ങനെ ഒത്തു കിട്ടിയില്ല. ഇപ്പോഴും ഞാൻ സമയം ഉണ്ടാക്കിയെടുത്തതാണ്, കിട്ടിയതല്ല. ഓക്കെ, അപ്പം ഇനിയും ലേറ്റ് ആയാൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ എന്നാൽ കിട്ടിയ സമയത്ത് അങ്ങോട്ട് ഓർമ്മയുള്ളതൊക്കെ റെക്കോർഡ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, എൻ്റെ പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ ഇതൊരു വെൽ പ്ലാൻഡ് പ്രഗ്നൻസിയാണ്. ഞങ്ങൾ ശരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും പ്ലാൻ ചെയ്ത് നമുക്ക് ബേബി വേണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തെടുത്ത ഒരു ഡിസിഷനായിരുന്നു ബേബി എന്നുള്ളത്. എൻ്റെ കല്യാണം കഴിയുന്നത് 2023 ജാൻ 23-ലാണ്. 23/1/23 ആണ് എൻ്റെ ഡേറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ടൊരു വലിയൊരു ഗ്യാപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 1.5 ഇയർ ഗ്യാപ്പിന് ശേഷം 2024 ജൂണിലാണ് നമ്മൾ വിചാരിക്കുന്നത് ലെറ്റ്സ് തിങ്ക് അബൌട്ട് എ ബേബി എന്നുള്ളത്. അങ്ങനെ ജൂൺ തൊട്ട് ട്രൈ ചെയ്യുന്നു. സെപ്റ്റംബറിൽ പ്രഗ്നൻ്റ് ആവുന്നു. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഹസ്ബൻഡ് IT-യിലാണ് വർക്ക് ചെയ്യുന്നത്, ബിസിനസ് ആനലിസ്റ്റാണ്. ഞാൻ ഒരു കോളേജിൽ ഗവൺമെൻറ് ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് പ്രഗ്നൻസി വരുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരുപാട് കൺസേണിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആകും മുമ്പ് എനിക്ക് വേദനയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പറയുക വേദന എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം കരയാൻ തുടങ്ങും. അത്രയും വേദന പേടിയുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് വേദന. അപ്പോൾ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നതേ എനിക്ക് പേടിയാണ്. അപ്പം ആ ഒരു കൺസേൺ എനിക്കുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ പ്രഗ്നൻസിയിലെ വോമിറ്റിങ്, തലകറക്കം, ക്ഷീണം ഇതൊക്കെ ഉള്ളതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് പോകാം എന്ന് വിചാരിച്ച് ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്തു. ശരിക്കും ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. അപ്പം ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മളൊരു കോഴിക്കോട് ട്രിപ്പ് പോയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു നമ്മുടെ തമ്മിലുള്ളൊരു പേഴ്സണൽ ടൈം കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഒരു ചെറിയ കോഴിക്കോടൻ ട്രിപ്പ് പോയത്. അത് നമ്മൾ ട്രെയിനിലാണ് പോയത്. ആ ട്രെയിനിൽ പോകുന്ന സമയത്ത് 1 മന്ത് പ്രഗ്നൻ്റ് ആണ്. പക്ഷേ പ്രഗ്നൻസി കൺഫേംഡ് അല്ലായിരുന്നു. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് ശരിക്കും നമ്മൾ പോകുമ്പോൾ നമുക്കറിയില്ല നമ്മൾ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ ആ ട്രിപ്പ് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പോയിട്ട് നമ്മൾ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. നമ്മൾ ബീച്ചിൽ പോയി കുറേ നേരം ബീച്ചിലെല്ലാം സ്പെൻഡ് ചെയ്ത് കോഴിക്കോട് ടൗണിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കറങ്ങി നടന്ന് അവിടെ നിന്ന് കഴിക്കാൻ പറ്റാവുന്ന മാക്സിമം ഫുഡ്, ഓരോ ആൾക്കാരുടെ സജഷൻസിൽ നിന്ന് കിട്ടുന്നതിൽ കഴിക്കാവുന്ന മാക്സിമം ഫുഡ് കഴിച്ച് ബിരിയാണി എല്ലാം കഴിച്ച് നന്നായിട്ട് അടിച്ച് പൊളിച്ച ആ ഒരു ട്രിപ്പായിരുന്നു കോഴിക്കോട് ട്രിപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു. ഞങ്ങൾ രണ്ടുപേരും ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഒരു ഒക്ടോബർ ആദ്യത്തെ വീക്കാണ് നമ്മൾ പീരീഡ്സ് മിസ്സായപ്പോഴേക്കും ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്ത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒക്ടോബറിൽ നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം വൈകിട്ട് എനിക്ക് തോന്നി ഇന്ന് നമുക്കൊന്ന് ഡോക്ടറെ കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വൈകുന്നേരം ആയപ്പോഴേക്കും ഹസ്ബൻഡിനെ വിളിച്ചിട്ടും പറഞ്ഞു നമുക്കൊന്ന് വൈകിട്ട് എവിടെയെങ്കിലും ഒരു ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് കൺഫേം ചെയ്യാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. അപ്പം 1 വീക്ക് ആവുന്നേ ഉള്ളൂ, നമുക്ക് ഉറപ്പില്ല ആണെന്ന്, എന്നാലും കൺഫേം ചെയ്തേക്കാൻ നോക്കാം. അപ്പോൾ എനിക്ക് അന്ന് വൈകിട്ട് സ്ലൈറ്റായിട്ട് എന്തോ സ്പോട്ടിങ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഡോക്ടറെ കണ്ടേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ഞാൻ വീട്ടിലുണ്ട്, ഹസ്ബൻഡ് ഓഫീസിലാണ്. അപ്പം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ നീ എവിടെയെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുക എവിടെയാണ് ഡോക്ടറുള്ളത്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് വൈറ്റ്ലയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ PS മിഷൻ ഹോസ്പിറ്റലിൽ, പിന്നെ അവിടെ തൊട്ടടുത്തുള്ള 2-3 ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എവിടെയും ഡോക്ടർ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വെൽകെയറിലോട്ട് വിളിക്കുന്നത്. വെൽകെയർ വിളിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു യെസ് ഡോക്ടറുണ്ട്, ഒരു ഗൈനക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്, ഡോക്ടർ ഒരു 7 o'clock ആകുമ്പോഴേക്കും പോകും, സോ യു കം ബിഫോർ ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിന് ജോലി കഴിഞ്ഞ് വരാനുള്ള സമയമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയാണ്. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ അത് സൈഡിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നു. നമ്മൾ ഡോറ് തുറന്ന് അകത്തോട് ചെല്ലുന്നത് ഭയങ്കര യങ് ഡോക്ടറാണ് ഇരിക്കുന്നത്. ഡോക്ടറിൻ്റെ പേര് അലൈൻ ടോം എന്നാണ്. ഹു മെയ്ഡ് മൈ പ്രഗ്നൻസി ജേർണി സൂപ്പർ ആൻഡ് വണ്ടർഫുൾ. എനിക്ക് അത്രയും ഡോക്ടറിനെ അടിപൊളിയായിട്ട് പറയാനുണ്ട്. ഡോക്ടറിനെ കുറിച്ച് തന്നെ ഒരു പാരഗ്രാഫ് പറയാൻ എനിക്കുണ്ട്, അതവിടെ നിൽക്കട്ടെ. അലൈൻ ടോമാണ് ഉണ്ടായിരുന്നത്. ഡോക്ടറിനെ കാണുന്നു, നമ്മൾ ഡോക്ടറിനോട് സംസാരിക്കുന്നു. നല്ല ജോളിയായിട്ടാണ് ഡോക്ടറിന് സംസാരിച്ചത്. എന്നിട്ട് നമ്മുടെ അടുത്ത് ആദ്യം തന്നെ ഡോക്ടർ പറയുന്നത് ഓക്കെ പീരീഡ്സ് മിസ്സായല്ലേ, ഓക്കെ സോ യു കെയിം ടു കൺഫേം യുവർ പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, പക്ഷേ 1 വീക്കല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് മിക്കവാറും ഒന്നും കാണാൻ ചാൻസ് ഇല്ല, സാക്കൊന്നും ഡെവലപ്ഡ് ആയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, സോ നമുക്ക് നോക്കാം. ഐ ഹാവ് ടു ടെൽ യു വൺ തിങ്, നമ്മൾ നോക്കുമ്പോഴേക്കും ഇനി ഒന്നും കണ്ടില്ലെങ്കിൽ ഡോണ്ട് ഫ്രീക്ക് ഔട്ട് എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ എന്നാൽ നോക്കാമെന്ന് വിചാരിച്ച് ഡോക്ടർ സ്കാൻ ചെയ്യുവാണ്. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ആംനിയോട്ടിക് സാക്ക് കാണാം.
അങ്ങനെയാണ് നമ്മൾ സ്കാൻ ചെയ്തപ്പോഴേക്കും അതിൻ്റെ അകത്തൊരു അമ്നിയോട്ടിക് സാക്ക് കണ്ടു. ഡോക്ടർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ ബേബിയുടെ അമ്നിയോട്ടിക് സാക്ക് ഡെവലപ്ഡ് ആയിട്ടുണ്ട്, സോ പ്രഗ്നൻസി കൺഫേംഡ് ആണ് എന്ന് ഡോക്ടർ പറയുവാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോഴേക്കും ഞാൻ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് ഒരു റൂമിലിരിക്കുന്ന തൊട്ടപ്പുറത്താണ് സ്കാനിങ് റൂം. അപ്പോൾ സ്കാനിങ് റൂമിൽ ചെന്നിട്ടാണ് ഞാനും ഡോക്ടറും കൂടെയാണ് ഈ സ്കാൻ ചെയ്തത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ ഹസ്ബൻഡിനെയും കൂടെ ഒന്ന് വിളിച്ച് കാണിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടറിന് ഇപ്രാവശ്യം കാണിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഹസ്ബൻഡിനെ കൂടെ വിളിച്ച് കാണിച്ചു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരേ ദിവസമാണ് നമ്മുടെ ബേബീനെ കാണുന്നത്. അങ്ങനെ അമ്നിയോട്ടിക് സാക്ക് കൺഫേം ആയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. നമുക്ക് കുറച്ച് ഫോളിക് ആസിഡ് ആണെന്ന് തന്നത്. ഫോളിക് ആസിഡ് മാത്രം കഴിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, ടേക്ക് കെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ നമ്മുടെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രഗ്നൻസി ജേർണിയുടെ ഫസ്റ്റ് മന്ത് ഫുള്ള് കോഴിക്കോട് ട്രിപ്പായിരുന്നെങ്കിൽ സെക്കൻഡ് മന്ത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ലൈഫിൽ കുറച്ച് ബിസി ആയിട്ടുള്ള സമയമായിരുന്നു. നാക്ക് വിസിറ്റായിരുന്നു. നാക്ക് എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ നമ്മുടെ കോളേജിൽ വിസിറ്റ് ചെയ്യുന്ന ടൈമാണ്. കോളേജിൽ അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ വർക്കിലെ 2ാമത്തെ മാസം ശരിക്കും അറിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എല്ലാവരും ബിസിയാണ്, എല്ലാ ടീച്ചേഴ്സും നാക്കിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പോൾ ആ ഓട്ടത്തിൽ ഞാനും അങ്ങ് ആ ഓട്ടത്തിലായിപ്പോയി. അങ്ങനെ നാക്ക് വിസിറ്റിലായിരുന്നു എൻ്റെ സെക്കൻഡ് മന്ത് ഫുള്ളും. ഇവൻറ്റ്ഫുള്ളായിട്ടങ്ങ് പോയി. അതിൻ്റെ നാക്കിൻ്റെ ടൈമിലുണ്ടായിരുന്ന 2-3 ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. മന്തിലാണ് അജിത്തിന് 2ാമത് സൈറ്റ് വരുവാണ്. അതായത് ആ ഇയറിൽ സെക്കൻഡ് സൈറ്റ് വരുവാണ്. സൈറ്റ് എന്ന് വെച്ചാൽ ഓൺ സൈറ്റാണ്, ആഫ്രിക്കയിൽ പോകണം. അങ്ങനെ അജിത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നു, ഞാൻ വീട്ടിലും. ഞാൻ എറണാകുളത്താണ്. അപ്പം ഓൾറെഡി എറണാകുളത്ത് പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ നാട്ടിൽ ചേർത്തലോട്ട് പോകുന്നില്ല, അവിടെ തന്നെ നിന്ന് എൻ്റെ അമ്മയും പപ്പയുടെ സിസ്റ്ററും ഒക്കെ ആയിട്ട് വന്ന് നിന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഞാൻ ആ സെക്കൻഡ് മന്ത് അങ്ങനെ പോയി. അങ്ങനെ തേർഡ് മന്തിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഒരു തേർഡ് മന്തിന് മുമ്പായിട്ട്, അതായത് സെക്കൻഡ് മന്ത് ഒരു മിഡ് ആയപ്പോഴേക്കും അജിത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, ആഫ്രിക്കയിലായിരുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു, നിങ്ങളൊരു ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് മന്ത് മിഡ് ആകുമ്പോഴേക്കും വരണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെയാണ് ആ ടൈമിൽ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് സജിത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോകുന്നു. ഡോക്ടർ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തരുന്നുണ്ട്. സ്കാൻ ചെയ്തിട്ട് ഹാർട്ട് ബീറ്റൊക്കെ കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഡോക്ടർ എനിക്ക് ഒരു പ്രിൻ്റ് എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞ്, ദിസ് ഈസ് ഫോർ യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ ആ ഒരു സ്കാനിൻ്റെ ഒരു പ്രിൻ്റ് എനിക്ക് തന്നു. ഹസ്ബൻഡിനെ കാണിക്കാൻ, ഹസ്ബൻഡ് ഇല്ലല്ലോ, അപ്പോൾ ഹസ്ബൻഡിനെ അയച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ അതിങ്ങനെ തന്നിരുന്നു. അത് ഭയങ്കര ഹാപ്പിയായി. അപ്പം അവിടെ ശരിക്കും ഒരു 5 മണി വെളുപ്പിനെ ആയിട്ടുള്ള ആ സമയത്താണ് എൻ്റെ സ്കാനിങ് ഇവിടെ കഴിയുന്നത്. എന്നിട്ട് ഞാൻ ആ വെളുപ്പിന് തന്നെ അയത്തിനെ വിളിച്ചിട്ടും ബേബീനെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു. ഡോക്ടർ അയച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ അങ്ങോട്ട് വെയിറ്റിംഗ് ആണ് ഫുള്ളും. ഞാനിങ്ങനെ അജിത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അജിത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അജിത്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പോൾ അജിത്ത് എങ്ങനെയെങ്കിലും തിരിച്ച് വന്നാൽ മതി. അപ്പോൾ അജിത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അജിത്തിൻ്റെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പം അജിത്ത് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അജിത്തിൻ്റെ ഫാദറും മദറും ഒക്കെ ആയിട്ട് ഞാൻ അവരെ കൂടെ അങ്ങ് പോയി. അങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അജിത്തില്ലാതെ സെക്കൻഡ് മന്തിൽ. അപ്പോൾ സെക്കൻഡ് മന്ത് അങ്ങനെ കടന്നുപോയി. പിന്നെ അജിത്ത് തിരിച്ചു വരുവാണ്. അപ്പം ആ സ്കാനിൻ്റെ ഫോട്ടോയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, അതൊക്കെ ഞാനിവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തേർഡ് മന്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു വരികയും കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സെക്കൻഡ് മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോറം മോളിൽ ഒരു ട്രിപ്പല്ല, ഒരു ഔട്ടിങ് പോകുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്യുവാണ്, നാക്ക് വിസിറ്റ് കഴിഞ്ഞാലും ഇനി നമുക്കൊന്ന് ഫോറം മോളിൽ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഫോറം മോൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു സിനിമയ്ക്കൊക്കെ കയറുന്നുണ്ട്. മമ്മി ആൻഡ് മിയ, സിനിമയുടെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കില്ല. ഹായ് മമ്മി അതാ സിനിമയുടെ പേര്. അത് ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചൊരു സിനിമ. ആ സിനിമയ്ക്ക് പോയിട്ട് ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ പൊതുവേ കോമഡി കാണാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ വന്ന എല്ലാ ടീച്ചേഴ്സിനും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എൻ്റെ ചിരി കാരണം അവർക്കും ചിരി സഹിക്കാൻ പറ്റാതെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയ്ക്കൊക്കെ പോയി നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേർഡ് മന്തിലോട്ട് പോവുകയാണ്. തേർഡ് മന്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും തേർഡ് മന്തിൽ നമ്മളുടെ അജിത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മൾ ഒരു മൂന്നാർ ട്രിപ്പ് ഒരു പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തേർഡ് മന്ത് പ്രഗ്നൻറ്റ്, മൂന്നാർ ട്രിപ്പ്. മൂന്നാറും പ്രഗ്നൻസി ഒരു വിധത്തിലും ചേരാത്ത 2 കാര്യങ്ങൾ. അങ്ങനെ ആ ട്രിപ്പ് ഒരു പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അജിത്ത് അന്ന് പറയാൻ തുടങ്ങി, ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് പോകുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ നമുക്കറിയില്ല അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഡോക്ടറിനോട് ചോദിക്കാം. എന്നിട്ട് ഡോക്ടർ പറയുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഡോക്ടറിനോട് ചോദിക്കുന്നു. ഡോക്ടറിനോട് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, കാവ്യക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ, വോമിറ്റിംഗ് ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെൽത്തി പ്രഗ്നൻസിയാണ്, റെസ്റ്റ് ഇല്ല, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, പൊക്കോ നിങ്ങളുടെ ട്രിപ്പ് പൊക്കോ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി, മൂന്നാർ പോകാമല്ലോ എന്നൊരു ഹാപ്പിനെസ്സായി.
പക്ഷേ ഞാനിതെൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ വിളിച്ച് പറയാം, നമ്മൾ മൂന്നാർ പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇനി എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല. അമ്മ ടോട്ടലി എഗെയിൻസ്റ്റ് ആയിരുന്നു. പറ്റത്തില്ല, പോകാൻ പറ്റത്തേ ഇല്ല എന്നായിരുന്നു. ബിക്കോസ് പ്രഗ്നൻസിയും മൂന്നാറും ഒരു വിധത്തിലും ചേരാത്ത രണ്ട് കാര്യങ്ങളാണല്ലോ. പക്ഷേ ഡോക്ടർ പ്രോമിസ് ചെയ്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങ് പോകാം എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ അമ്മേനൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് അമ്മയുടെ ബ്രദർ ഡോക്ടർ, അങ്കിൾ റേഡിയോളജിസ്റ്റാണ്, അങ്കിളിനെയും കൂടെ വിളിച്ചൊരു സജഷൻ ചോദിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ ട്രാവലിംഗ് ഒന്നും പ്രോബ്ലം ഇല്ല, ട്രാവലറിനല്ലേ പോകുന്നത്, അത് കുഴപ്പമില്ല, പോയിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മൂന്നാർ പോവാം. മൂന്നാർ പോയിട്ട് ഞാൻ മൂന്നാർ ചെന്നിട്ട് തിരിച്ചു വരുന്നത് വരെ ഫോൺ പോലും അമ്മ എടുത്തില്ല. ബിക്കോസ് അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മൂന്നാർ പോകുന്നതിനോട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ഭയങ്കര റിലീഫായിരുന്നു. ബിക്കോസ് ഈവൻ ദോ വി വർ പ്രഗ്നൻറ്റ്, നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. ശരിക്കും നമ്മളിങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരുന്നില്ല, നമുക്ക് ട്രിപ്പൊന്നും റെസ്ട്രിക്റ്റഡ് ആയില്ല, നമുക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. അപ്പം നമ്മളങ്ങനെ മൂന്നാർ ട്രിപ്പ് അടിച്ചു പൊളിച്ചു. മൂന്നാർ ട്രിപ്പിൽ നമുക്ക് കപ്പിളായിട്ട് കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, നല്ല കുറേ ഫോട്ടോസ്. അതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കാണിക്കാവേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സിൻ്റെ അടുക്കായിട്ടുള്ള നല്ല കുറേ ഫോട്ടോസ് കിട്ടിയൊരു ട്രിപ്പാണ് മൂന്നാർ ട്രിപ്പ്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ 2 ട്രാവലിംഗ് പില്ലോയൊക്കെ ആയിട്ടാണ് പോയത്. 2 പില്ലോ എടുത്ത്, ഒരു പില്ലോയിൽ ഞാൻ ഇരുന്ന്, ഒരു പില്ലോ ഞാൻ മടിയിൽ വെച്ച്, കാലച്ചത്തിൻ്റെ മേത്ത് വെച്ച് ട്രാവലറിൽ വളരെ കംഫർട്ടബിളായിട്ടാണ് ട്രാവൽ ചെയ്തത്. അങ്ങനെയായിരുന്നു നമ്മുടെ മൂന്നാർ ട്രിപ്പ്. അങ്ങനെ മൂന്നാർ ട്രിപ്പാണ് 3rd മന്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോളേജിൽ ഡിസംബറിൽ ഒരു ഡ്രാമ ചെയ്യാനായിട്ട് ടീച്ചേഴ്സൊക്കെ ഡിസൈഡ് ചെയ്യുവാണ്. ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ട്രഡീഷണൽ ഉണ്ണീഷോൻ ജനിക്കുന്നു, ആട്ടിടയന്മാർ വന്ന് കാണുന്നു, പൂജരാജാക്കന്മാർ വരുന്നു, ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചെയ്യുന്ന ആ ട്രഡീഷണൽ ഡ്രാമ, ആ ഡ്രാമയുടെ പാർട്ടാകാൻ എനിക്ക് പറ്റി. അപ്പം ഒരു ആട്ടിടേൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഡ്രാമയിൽ എനിക്കും ഒരു പാർട്ടാകാൻ പറ്റി. 3rd മന്ത് പ്രഗ്നൻ്റ് ആയിരിക്കും. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് അന്ന് നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ണീഷോ ജനിക്കുന്നു, പൂജരാജാക്കന്മാരും ആട്ടിടയന്മാരും വന്ന് കാണുന്നു, ജോസഫിൻ്റെ കൺഫ്യൂഷൻസ്, അങ്ങനത്തെ ആ ട്രഡീഷണൽ ഡ്രാമ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിലൊരു ആകാൻ പറ്റി എനിക്ക്. ഞാനും വേറെ ടീച്ചറും കൂടിയാണ് ആട്ടിടയനായത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 3 മന്ത്സ് പ്രഗ്നൻ്റ് ആണെങ്കിലും ബമ്പൊന്നും അങ്ങനെ അത്ര അറിയാറായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനത് നന്നായിട്ട് അത് എൻജോയ് ചെയ്ത് ആ ഡ്രാമയുടെയും പാട്ടായി. അതാണ് 3rd മന്തിൽ ഉണ്ടായിരുന്ന ഒരു ഇവൻറ്റ്ഫുൾ മൊമെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 3rd മന്തിൽ തന്നെ ക്ലോസിങ് ഡേയിൽ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ഫോട്ടോച്ചിലൊക്കെ കറങ്ങാൻ പോയി. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് അങ്ങനെ ക്ലോസ് ചെയ്യുവാണ്. പിന്നീട് 4th മന്തിൽ ഉള്ള ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ട്രിപ്പാണ്. അപ്പോൾ ടീച്ചേഴ്സ് ട്രിപ്പ് പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ എല്ലാവർക്കും കൺസേൺ 1 ഡേ മതി, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് 1 ഡേ മതി എന്നായി. അങ്ങനെ 1 ഡേ ട്രിപ്പ് നമ്മൾ അതിരമ്പള്ളി പോകാൻ ഡിസൈഡ് ചെയ്യുവാണ്. അപ്പോൾ മൂന്നാർ പോയപ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ, വീട്ടിൽ പറഞ്ഞപ്പോഴേക്കും അമ്മ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിരമ്പള്ളി ട്രിപ്പ് ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാനും അജിത്ത് മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അജിത്ത് രാവിലെ എന്നെ കൊണ്ടുവന്ന് കോളേജിലാക്കി. അവിടെ നിന്ന് ട്രാവലറിലാണ് പോയത്, വലിയ ബസ്സില്ല, അതിലാണ് പോയത്. അങ്ങനെ അതിരമ്പള്ളിയിൽ പോയി അടിച്ച് പൊളിച്ച്. അവിടെ റിസോർട്ടിലായിരുന്നു ഒരു ദിവസം. അതിരമ്പള്ളിയുടെ വെള്ളച്ചാട്ടത്തിലോട്ടൊന്നും പോയില്ല, ജസ്റ്റ് അവിടെ ഒരു റിസോർട്ടുണ്ട്. എന്തായിരുന്നു റിസോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ റിസോർട്ടിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യുവാണ്. അങ്ങനെ റിസോർട്ടിൽ പോയി അവിടെയും ടീച്ചേഴ്സ് എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് നമ്മൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത്. അങ്ങനെ ആ 4th മന്ത് ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിരുന്നു എൻ്റെ. പിന്നെ 5th മന്തിൽ ശരിക്കും കോളേജ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കോളേജിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, പരീക്ഷയുടെ തിരക്കൊക്കെ ആയി തുടങ്ങി. പക്ഷേ ഞാനും അജിത്തും കൂടെ വിചാരിച്ചു കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് നമുക്ക് അതിരമ്പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അജിത്തും കൂടെ 5 മാസം ഉള്ളപ്പം അതിരമ്പള്ളിയിൽ ഡ്രൈവ് ചെയ്ത് കാറിൽ പോയിട്ട് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ടൊരു ക്യാമറ ഫോൺ വെക്കുന്ന സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ ആരുടെ ഹെൽപ്പില്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. അപ്പം ഞങ്ങൾ ആ സ്റ്റാൻഡൊക്കെ ആയിട്ട് പോയി അവിടെ പോയി ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അതിരമ്പള്ളിയിൽ എന്ന് വെച്ചാൽ ശരിക്കും അതിരമ്പള്ളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല, ആ ഒരു ഏരിയയിലൊക്കെ പോയി കുറേ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എവിടെയെങ്കിലും ടാഗ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 6 മന്ത് ആയപ്പോഴേക്കും അജിത്തിന് പിന്നെയും ഓൺ സൈറ്റ് വന്നു. അജിത്ത് പോയി, പിന്നെ എൻ്റെ അമ്മ വന്ന് നിന്നു എറണാകുളത്ത്. അങ്ങനെ ഞാൻ ആ 6 മന്ത് അങ്ങനെയൊക്കെ എങ്ങനെയല്ലോ അജിത്ത് തിരിച്ചു വന്നാൽ മതി എന്ന രീതിയിൽ അങ്ങ് പോയി. പിന്നെ 7th മന്തിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് ആണ് എൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എനിക്ക് തന്ന വളകാപ്പ്. ഭയങ്കര സൂപ്പറായിരുന്നു. അവരെനിക്ക് നല്ലൊരു വളകാപ്പ് തന്നു. കുറേ കുപ്പിവളയൊക്കെ ഇട്ട് സർപ്രൈസായിട്ട് എന്നോടൊന്നും പറയാതെ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എനിക്കൊരു അടിപൊളി വളകാപ്പ് തന്നു. അതിൻ്റെയും ഫോട്ടോസ് ഞാൻ കൊടുക്കും കേട്ടോ. നല്ല സൂപ്പറായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു വളകാപ്പും എനിക്ക് കിട്ടി. ആ വളകാപ്പോടുകൂടെ ആ 7 മന്ത്സ് ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശരിക്കും പിന്നെ വെക്കേഷനാണ് വരുന്നത്, ഏപ്രിൽ മെയ് വെക്കേഷനാണ്. അതുകൊണ്ട് ആ വളകാപ്പും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ആ ക്ലോസിങ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയി. അങ്ങനെ അതോടുകൂടെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ടീച്ചിങ് ആ ഒരു ഇത് കഴിഞ്ഞു. അങ്ങനെ
മാർച്ചിന് ശേഷം പിന്നെ ഏപ്രിൽ മെയ് 2 മാസം ഉണ്ടായിരുന്നു. അപ്പം മെയ് 30 ആയിരുന്നു എൻ്റെ ഡേറ്റ്. ഏപ്രിൽ ശരിക്കും എൻ്റെ കസിൻ്റെ മാരേജ്, അതായത് അജിത്തിൻ്റെ ഫസ്റ്റ് കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അവൻ്റെ മാരേജിന് വേണ്ടി നമ്മൾ സാരി കൊടുത്ത് നല്ല സെറ്റായി. അവൻ്റെ മാരേജിൻ്റെ തിരക്കായിരുന്നു. പിന്നെ അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം, എല്ലാ ദിവസവും പോകുന്നു, അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു, വരുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, അങ്ങനെ ഒരു ഭയങ്കര അടിപൊളിയായിട്ട് ഓട്ടമായിരുന്നു ആ 8 മന്ത് ഫുള്ളും. പിന്നെ 9 മന്താണ് ഞാൻ ശരിക്കും റെസ്റ്റ് എടുത്ത ഒരു മന്ത്. മെയ് 30 ആയിരുന്നു എൻ്റെ ഡേറ്റ്. അപ്പം അവൻ്റെ കല്യാണം ഏപ്രിലായിരുന്നു. ഏപ്രിൽ കഴിഞ്ഞു. 9 മന്തിലും ഞാൻ എറണാകുളത്ത് തന്നെ നിൽക്കും, ഞാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 9 മന്ത് ആദ്യം തൊട്ടേ നമ്മൾ റെസ്റ്റാണ് ഫുള്ളും. അതായത് മെയ് 30th ഡേറ്റ്. അങ്ങനെ ഒരു മന്ത് ഫുള്ളും റെസ്റ്റ് എടുത്ത് നന്നായിട്ട് റെസ്റ്റ് എടുത്തൊരു മന്ത് 9 മന്ത് മാത്രമാണ്. ശരിക്കും നമ്മൾ 7 മന്ത് വരെ വർക്ക് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 7 മന്ത്സ് അങ്ങ് പോയി. 8 മന്തും 9 മന്തും ശരിക്കും റെസ്റ്റ് വിചാരിച്ചെങ്കിലും 8th മന്ത് അവൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് നാൾ ഒന്ന് ഓടി പിടിക്കേണ്ടി വന്നു. 9th മന്തിൽ ശരിക്കും റെസ്റ്റ് എടുത്തു. അങ്ങനെയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേർണി. ഇതാണ് എൻ്റെ 8-9 മാസത്തെ പ്രഗ്നൻസി ജേർണി. 8-8.5-9 മാസത്തോളം ഉള്ള പ്രഗ്നൻസി ജേർണി ഇതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഓരോ മാസവും ഇവൻറ്റ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ബിക്കോസ് എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് വളരെ വളരെ കുറവായിരുന്നു. ഒരു വൊമിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ് ഞാൻ 3.5-4 മാസത്തോളം ഫേസ് ചെയ്തത്. 5 മാസമായി വയറിത്തിരി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട്. എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും എൻ്റെ പേടിയും വേദനയായിരുന്നു. എനിക്ക് വേദന എടുക്കണം ഭയങ്കര പേടിയാണ്. ഡെലിവറി വേദന എടുക്കാതെ കഴിയത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അത്രയും പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ എൻ്റെ ആ പ്രഗ്നൻസി റിലേറ്റഡായിട്ട് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അത് മാത്രമായിരുന്നു. വേദന എടുക്കുമല്ലോ, അതായിരുന്നു ടെൻഷൻ. നോർമൽ ഡെലിവറി എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അത്ര എനിക്ക് പേടിയാണ് നോർമൽ ഡെലിവറി. അത്രയും പേടിയുള്ള ഒരാളാണ്. വേദനിച്ച് കഴിഞ്ഞാൽ ഞാനൊരു സൈക്കോ ആയി മാറും ശരിക്കും. അതുകൊണ്ട് എനിക്ക് വേദന ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ ഇത്രയുമാണ്. ഇതിൽ ഇവൻറ്റ്സാണ് ഞാൻ കൂടുതലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടുവേർഡ്സ് നമ്മൾ പ്രഗ്നൻസി, എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെയാണ് ശരിക്കും ഉള്ളത്. ഇനി പ്രഗ്നൻസിയിലുള്ള സ്കാനുകളും ടെസ്റ്റുകളും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ശരിക്കും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ എങ്ങനെ എൻ്റെ പ്രഗ്നൻസി എൻജോയ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ആദ്യം നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഒരു സ്കാൻ ചെയ്തു. അതിൽ അമ്നിയോട്ടിക് സാക്ക് കണ്ടതുകൊണ്ട് തന്നെ പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ഒന്നും ഡോക്ടർ ചെയ്തില്ല. നമ്മുടെ പോസിറ്റീവ് ആണെന്ന് ഉറപ്പ് പറയുമായിരുന്നു. പിന്നെ ഹാർട്ട് ബീറ്റ് നോക്കാൻ വരാൻ പറഞ്ഞു. ഫോളിക് ആസിഡ് കഴിക്കാനും പറഞ്ഞു. അങ്ങനെ ഹാർട്ട് ബീറ്റ് നോക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഡോക്ടർ ഹാർട്ട് ബീറ്റ് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ട്, ബേബി ഹെൽത്തി ആണ്, ഗ്രോത്ത് എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു. എന്നിട്ട് നമ്മളോട് 3rd മന്തിൽ NT സ്കാൻ വരാൻ പറയുവാണ്. അങ്ങനെ NT സ്കാനിന് വരുമ്പം NT സ്കാനിൽ നമുക്കൊരു കോഡ് തിക്നെസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ കോഡ് തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഡബിൾ മാർക്കർ NIPT ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് ഡോക്ടർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു. അതായത് നമ്മുടെ ഫീറ്റൽ മെഡിസിൻ ഡോക്ടർ, അപ്പം റേഡിയോളജിസ്റ്റാണ്. അപ്പം ആ ഡോക്ടർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ മമ്മിയുടെ ബ്രദർ റേഡിയോളജിസ്റ്റാണ്. അങ്കിളിനെയും കൂടെ ഞങ്ങളൊന്ന് കാണിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞില്ല, അങ്ങനെ പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ NIPT ചെയ്താലും അതിലും 99.9 എന്നൊക്കെ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോഴും 0.1 ടെൻഷൻ അടിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ടെൻഷൻ അടിക്കണമെന്നില്ല. വാല്യൂസ് കണ്ട് വലിയ പ്രശ്നമില്ല, ചെയ്യണമെന്നില്ല, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോ, അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ NT സ്കാൻ ചെയ്തു. അപ്പോൾ കോഡ് തിക്നെസ് കണ്ടതുകൊണ്ട് തന്നെ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രീ അനോമലി ചെയ്യാം. നമുക്ക് അനോമലി ഒരു 20 വീക്സിലാണ്, നമുക്കൊരു പ്രീ അനോമലി ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രീ അനോമലിക്ക് വേണ്ടി വിടുന്നു. നമ്മൾ പ്രീ അനോമലി ചെയ്യുമ്പോഴേക്കും തിക്നെസ് എല്ലാം പോയി, ബേബി നല്ല കോഡൊക്കെ എല്ലാം നോർമലായി, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറയുവാണ് 5th മന്തിലെ സ്കാനിൽ. സ്കാൻ റിപ്പോർട്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിക്കാവേ. ഇതാണ് നമ്മൾ ആദ്യം നമ്മൾ ബേബിനെ കാണുമ്പോൾ ഉള്ള ഒരിത് കണ്ടോ. ഇതിൽ സർവിക്സ് മെഷർമെൻറ്റ് എല്ലാം നല്ലതായിട്ടുണ്ട്. ഒരു 3.7 ഒക്കെ സർവിക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും പ്ലാസൻ്റെ ആൻറ്റീരിയർ ആയിട്ടാണ് എൻ്റെ കാണുന്നത്. ഫീറ്റൽ ആക്ടിവിറ്റി പ്രസൻറ്റ്, കാർഡിയാക് ആക്ടിവിറ്റി പ്രസൻറ്റ്, ഫീറ്റൽ ഹാർട്ട് ബീറ്റ് എല്ലാം ഉണ്ട്. എല്ലാം ഇതിൻ്റെ അകത്ത് ഓക്കെയാണ്. നേസൽ ബോൺ വിഷ്വലൈസ്ഡ് ആണ്, അതൊക്കെ നമ്മൾ നോക്കണ കാര്യമാണ്. അങ്ങനെ അതെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് NT സ്കാൻ്റെ റിപ്പോർട്ട്. അന്ന് ഡോക്ടർ അബ്ഡോമൻ്റെ അകത്ത് ഒരു തിക്കൻഡ് കോട്ട് നോട്ടഡ് നിയർ കോർ ഇൻസേർഷൻ എന്ന് കണ്ടു. അതുകൊണ്ടാണ് എന്നോടൊരു പ്രീ അനോമലി സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. കോട്ട് തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രീ അനോമലി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോരുവാണ്. അന്ന് നമുക്ക് ശരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് തരുവാണ് 13/6/25. അതായത് June 13 ആണ് എൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി തന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോഴേക്കും നമ്മൾ അനോമലി 2D സ്കാൻ ചെയ്യുന്നു. അപ്പം സെർവിക്സ് മെഷർമെൻറ്റ് 3.8 ഒക്കെ ഉണ്ട്. ഇൻറ്റേർണൽ ഓയിസ് ക്ലോസ്ഡ് ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പ്ലാസെൻ്റ ആൻറ്റീരിയർ ആയിരുന്നു അന്നും. കാർഡിയാക് ആക്ടിവിറ്റി, ഫീറ്റൽ ഹാർട്ട് ബീറ്റ് എല്ലാം പ്രസൻ്റ് ആയിരുന്നു. നേസൽ ബോണൊക്കെ വിഷ്വലൈസ്ഡ് ആയി, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ എല്ലാ ഫീറ്റൽ അനാട്ടമി എല്ലാം കറക്റ്റായിട്ട് നമുക്ക് റിപ്പോർട്ടെല്ലാം തരുമായിരുന്നു ഡോക്ടർ. ഫീറ്റൽ വെയിറ്റ് അന്ന് നമുക്ക് 25.2 grams ആണെന്നുണ്ടായിരുന്നത് ബേബി. പിന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ് അതുപോലെ തന്നെയാണ്. റിപ്പോർട്ടെല്ലാം തന്നു നമുക്ക്. പിന്നെ നല്ല കുറേ വിഷ്വൽസ് ബേബിയുടെ കുറേ നല്ല വിഷ്വൽസ് കിട്ടിയിരുന്നു അന്ന്. ഇത്രയുമാണ് നമുക്ക് ശരിക്കും അനോമലി സ്കാനിൽ കിട്ടിയത്. അന്ന് അനോമലി സ്കാനിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അനോമലി സ്കാൻ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. പിന്നെ നമുക്കൊരു 7th മന്തിൽ ഗ്രോത്ത് സ്കാനാണ് ഉണ്ടായിരുന്നത്. ഗ്രോത്ത് സ്കാനിൽ അവർ ശരിക്കും നമുക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡൊക്കെ അപ്പോഴാണ് നോക്കുന്നത്. 11 ഉണ്ടായിരുന്നു ആംനിയോട്ടിക് ഫ്ലൂയിഡ്, വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. കോഡിനൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു. ഹാർട്ട് ബീറ്റും എല്ലാം ഓക്കെ ആയിരുന്നു. നമുക്ക് ഗ്രോത്ത് സ്കാൻ്റെ റിസൾട്ടും ഒക്കെ ഡോക്ടർ തന്നിരുന്നു. ഇതാണ് ഗ്രോത്ത് സ്കാൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അങ്ങനെ ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞപ്പോഴേക്കും ബേബിക്ക് വെയിറ്റൊക്കെ എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ വെയിറ്റ് കുറവോ കൂടുതലോ ഒന്നുമില്ല, കറക്റ്റായിരുന്നു. അങ്ങനെ ഇത്രയും സ്കാനുകളാണ് ശരിക്കും നമ്മുടെ പ്രഗ്നൻസിയിലുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ ഹിസ്റ്ററിയിൽ മമ്മി ഡയബറ്റിക്കാണ്, മമ്മിയുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഡയബറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഡയബറ്റിക്സ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഷുഗർ കുറച്ചൊക്കെ ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ കൺട്രോൾഡ് ആയിരുന്നു, എന്നാലും കൊതി വരുമ്പോൾ കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കൺട്രോൾഡാണ്. അങ്ങനെ n നമ്പർ ഓഫ് ഷുഗർ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ മാത്രം ഞാൻ തോറ്റുപോയി, ബാക്കി എല്ലാത്തിലും ജയിച്ചു. ഗ്ലൂക്കോസ് ടെസ്റ്റിൽ കുറച്ച് ഷുഗർ കാണിച്ചുകൊണ്ട് ഡോക്ടർ ഷുഗർ അധികം കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്തിരുന്നു. ഷുഗർ ഭയങ്കരമായിട്ടല്ല, ഒരു 95 ആ റേഞ്ചിലായിരുന്നു ഷുഗർ. ശരിക്കും നോർമൽ ആൾക്കാർക്ക് 110 വരെ ആകാം, പക്ഷേ പ്രഗ്നൻ്റ് ആൾക്കാർക്ക് 90 താഴെ നിൽക്കുന്ന നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം എനിക്ക് എപ്പോഴും 93, 92 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു, എന്നാൽ 100ൻ്റെ അടുത്തോട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷുഗർ കുറച്ച് കട്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിച്ചിട്ടില്ലെന്നല്ല, കുറച്ചൊക്കെ കട്ട് ചെയ്ത് അവസാനമൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് നോക്കിയിരുന്നു. ഇതൊക്കെയാണ് പ്രഗ്നൻസിയിൽ ഉള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ഓർമ്മയിൽ വെക്കണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നുപോയി. അപ്പം ഇനിയും ലേറ്റായി ഇനിയും ഓരോ കാര്യങ്ങൾ മറന്നു പോകും. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി അല്ലേ, അപ്പം അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ ഓർമ്മയിൽ തന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്തേക്കാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇതെല്ലാം മറന്നു പോകും. ഇതെല്ലാം മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ കുറേ പറയുമ്പോഴും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം അങ്ങ് റെക്കോർഡ് ചെയ്തേക്കാമെന്ന്. അങ്ങനെ ഇതാണ് എൻ്റെ പ്രഗ്നൻസി ജേണി. അങ്ങനെ ജൂൺ 13 ഡേറ്റ് ആയിരുന്നു ഞാൻ. മെയ് 30 ഡെലിവർ ചെയ്തു. അതിനെക്കുറിച്ച് എൻ്റെ പ്രഗ്നൻസി ജേണി കഴിഞ്ഞിട്ട് ഒരു ഡെലിവറി സ്റ്റോറി ഞാൻ പറയാം. അതിൽ ഞാനത് ആഡ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു കാര്യം, എനിക്ക് ശരിക്കും ഡെലിവറിക്ക് വേണ്ടി വരുമ്പോഴേക്കും എല്ലാവരും നോർമൽ ഡെലിവറി നോക്കിയിട്ട് സെക്ഷനിലേക്ക് ചിലപ്പോൾ പോകും, ചിലപ്പോൾ നോർമൽ തന്നെ നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ 7 months കൊണ്ട് എൻ്റെ ബേബി ബ്രീച്ചായിരുന്നു. എൻ്റെ കേസിൽ എനിക്ക് ഇലക്ട്രീവ് സെക്ഷൻ ഓൾറെഡി സജസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടർ. ബിക്കോസ് എൻ്റെ കുഞ്ഞ് തിരിഞ്ഞു വന്നിരുന്നില്ല. 7 months തൊട്ട് ഓരോ സ്കാനിലും എപ്പോൾ സ്കാൻ ചെയ്താലും കുഞ്ഞ് തിരിഞ്ഞിട്ടില്ലായിരുന്നു. അവളുടെ പൊസിഷൻ ശരിക്കും ബ്രീച്ച് ബേബി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നമുക്ക് നോർമൽ ഡെലിവറി പറ്റത്തില്ല, ബ്രീച്ച് ബേബി ആയതുകൊണ്ട് നമുക്ക് ഇലക്റ്റീവ് സെക്ഷൻ വേണം എന്ന് പറഞ്ഞ് 2-3 ഡേറ്റ്സ് പറഞ്ഞിട്ട് നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, മെയ് 30. അതാണ് ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞ ഡേറ്റ്. ആ ഡേറ്റ് അപ്പോൾ അതുവരെ കുഞ്ഞായിക്കോട്ടെ എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത് സെക്ഷൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിയെക്കുറിച്ച് ചിന്തിക്കുക പോലും എനിക്ക് വേണ്ടായിരുന്നു. എൻ്റെ ഇലക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. അപ്പം ഇത്രയും വേദന പേടിയുള്ള എനിക്ക് ആ സമയത്ത് വളരെ അനുഗ്രഹമായി തോന്നി. അപ്പോൾ ഒന്നും അറിയത്തില്ലല്ലോ, പിന്നീടല്ലേ വേദന എടുക്കത്തുള്ളൂ എന്ന് പേടിയുണ്ടായിരുന്നു. എന്നാലും നോർമൽ ഡെലിവറിയിൽ അപ്പം വേദന അറിയില്ലേ, ഇത് വേദന അറിയത്തില്ലല്ലോ എന്ന് ഒരു ഹോപ്പോട് കൂടെയാണ് ഞാൻ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇലക്റ്റീവ് സെക്ഷനിലൂടെയാണ് ഞാൻ ഡെലിവറി ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പ്രഗ്നൻസിയുടെ അനുഭവങ്ങൾ, പ്രഗ്നൻസിയുടെ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ കിട്ടിയതും ഓർത്ത് വെച്ചതൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഡെലിവറി എക്സ്പീരിയൻസ് പറയണം. ഡെലിവറി എക്സ്പീരിയൻസ് പറയുമ്പം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ അതുമാത്രമല്ല, എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഇങ്ങനെ കട്ടക്ക് നിന്ന കുറേ ആൾക്കാരുണ്ട്, അവരെക്കുറിച്ചും ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതൊക്കെ ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മറന്നുപോയി. പ്രഗ്നൻസിയിലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കുമായിരുന്നു. ഇനിയും ലേറ്റായി ഇനിയും മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ 4 മാസത്തിനിപ്പുറം കുറേ കാര്യങ്ങൾ മറന്നുപോയി. 4 മാസം മീൻസ് ഡെലിവറി കഴിഞ്ഞ് 4 മാസം. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ പതിയെ മെമ്മറിയിൽ നിന്ന് പോകും മുമ്പ് റെക്കോർഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്തത്. എനിക്കിതെല്ലാം റെക്കോർഡ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അത്ര കംഫർട്ടബിളായിട്ടാണോ ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയ പോലെ ഞാൻ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കുവാണ്. അപ്പം അതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസിയിലെ കാര്യങ്ങൾ. ഇനി ഞാൻ ഡെലിവറി സ്റ്റോറിയും ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് ഡെലിവറിയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവരെക്കുറിച്ചും ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം അപ്പോഴേക്കും കാണും വരേക്കും ബൈ. പിന്നെ ഓരോ ഇവൻറ്റ്സ് പറയുമ്പം അതിന് എനിക്ക് ഉള്ള എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. എൻ്റെ പ്രഗ്നൻസി ജേണിയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും മിസ്സായിപ്പോയ 2 കാര്യങ്ങളിൽ ഒന്ന് ഈ ഫോട്ടോഷൂട്ടാണ്. 9th മന്തിൽ നമ്മളെടുത്ത ഫോട്ടോഷൂട്ട്. ഇത് കുഴുപ്പള്ളി ബീച്ചിലാണ് ഈ ഫോട്ടോഷൂട്ട് എടുത്തത്. അജിത്തിൻ്റെ ഫ്രണ്ട് അഖിൽ ബാബു എന്ന് പറയുന്ന ഒരു ക്യാമറാമാനാണ് നമുക്ക് വേണ്ടി ഫോട്ടോസ് എടുത്തു തന്നത്. കുറേ ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ആൾ നമുക്ക് വേണ്ടി എടുത്തു തന്നിരുന്നു. ഇത് ഞാൻ ശരിക്കും എക്സ്പീരിയൻസിൽ പറയാൻ ശരിക്കും മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വോയിസ് ഓവറും ഫോട്ടോസുമായിട്ട് ആഡ് ചെയ്യുവാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടി. ഒരു ദിവസം രാവിലെ നമ്മളൊരു 7:30 കുഴുപ്പള്ളി ബീച്ചിൽ ചെന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവിടെ വെച്ച് എടുത്ത കുറേ നല്ല ഫോട്ടോസാണിത്. രണ്ടാമത്തെ കാര്യം, ഞാൻ മിസ്സായി പോയത് ഒരു ബേബി ഷവറാണ്. അജിത്തിൻ്റെ ഓഫീസിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് നമുക്ക് തന്നൊരു ബേബി ഷവർ. അജിത്തിന് അറിയായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അജിത്തിൻ്റെ ഫ്രണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ പാർട്ടിയാണെന്നും പറഞ്ഞ് എന്നെ റെഡിയാക്കി അജിത്ത് കൊണ്ടുപോകായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ബേബി ഷവർ അറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ബിക്കോസ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു ഇങ്ങനെ ഒരു ബേബി ഷവർ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ കോളേജിലത് അതും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. അത് പിന്നെയും വിചാരിക്കുന്നത് അജിത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ബേബി ഷവർ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അന്ന് അജിത്തിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സെറ്റ് ചെയ്ത സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഒരു നല്ലൊരു ബേബി ഷവർ ആയിരുന്നു അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. എനിക്ക് വളകാപ്പ് എന്തോരം പ്രഷ്യസാണ്, അതുപോലെ തന്നെ എന്നും ചെറിഷ് ചെയ്യാൻ പറ്റിയ കുറേ മൊമെൻറ്റ്സാണ് ഈ ബേബി ഷവറിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ ഞാനും അജിത്തും കൂടെ കേക്കൊക്കെ മുറിക്കുന്നു, മോം ടു ബിയുടെ ആ സംഭവങ്ങളൊക്കെ ഇടുന്നു. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ശരിക്കും വിട്ടുപോയത്. അതുകൊണ്ട് ഞാനത് അവസാനം വീഡിയോയിൽ ആഡ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.